ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യവസായങ്ങളും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റിനെ എങ്ങനെ ഗെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ പലരും ഇങ്ങനെ പറയുമോ എന്നാ വെയിറ്റ് കുറവാണ്, ഇച്ചിരി എന്തോരം മെലിഞ്ഞു പോയി, ഇതെന്നാ പോലെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര വിഷമമാണല്ലേ. എന്നെ സംബന്ധിച്ച് ഒരു 2 ദിവസം പ്രോപ്പറായിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസായി പോകും. അങ്ങനെ ഒരു ബോഡി നേച്ചറാണ് കേട്ടോ. വെയിറ്റ് പലപ്പോഴും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ടാസ്കുകൾ രണ്ടാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യണം, അത് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. അപ്പം ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ പലതും വേണ്ടാന്ന് നോക്കുമായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഈ വെയിറ്റ് ലോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എനർജി ലെവലിൽ ഭയങ്കര ലോ എനർജി ലെവലാണ് എപ്പോഴും തോന്നുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊന്നും തോന്നത്തില്ല, എപ്പോഴും ഇങ്ങനെ അങ്ങ് തളർന്ന് ഇരിക്കും. കാരണം ജോലികളൊക്കെ ചെയ്യും, പക്ഷേ ഒരു ഉത്സാഹക്കുറവ്, ക്ഷീണം, ഒരുപാട് ടെൻഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആഹാരം വേണ്ടെന്ന് വെച്ച്, ഉറക്കമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ ടെൻഷൻ കാരണമാണ് നമ്മൾ അങ്ങനെ പോയത്. പക്ഷേ ഇത് ക്രമേണ സ്ഥിരമായി അവസാനം ഇത് അസിഡിറ്റി എന്നുള്ളൊരു പ്രശ്നമായി മാറി. അങ്ങനെ എനിക്ക് ആഹാരമേ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു വൊമിറ്റിങ്, ഒരു ടെൻഡൻസി, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കിതിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 തവണയൊക്കെ വീണിട്ട് എനിക്ക് നടുവിന് നല്ല രീതിയിൽ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചില്ല, പക്ഷേ ഒരു തവണ കാണിച്ചപ്പോഴത്തേക്കും ഞരമ്പിനൊക്കെ പൊട്ടലുണ്ട്. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ഞാനും മക്കളുമാണ്. അപ്പം ഞാൻ റെസ്റ്റൊന്നും എടുക്കാതിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ എനിക്ക് ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ സിവിയറായിട്ട് കൂടി. അപ്പോൾ എനിക്ക് എന്നെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാവുമെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട് വെച്ചാൽ എൻ്റെ ബോഡീനെ ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പം ഞാൻ ഫസ്റ്റ് തൊട്ടങ്ങ് ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. എവിടെയൊക്കെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്, എവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് അങ്ങ് എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ എന്നും രാവിലെ എനിക്ക് ശീലമുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ ഈ കാപ്പി ചായ ഒന്നും കുടിക്കത്തില്ല. ചൂടുവെള്ളം, എന്തെങ്കിലും നല്ല രീതിയിൽ ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കും കേട്ടോ. അത് കുടിച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് 1 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് ആക്കി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇൻ്റർവെൽസ് കൂട്ടണം. അതായത് രാവിലെ ഞാൻ എന്തായാലും ഒരു 8:30 ആകുമ്പോൾ ഫുഡ് കഴിക്കും. അതായത് എൻ്റെ മോനെ സ്കൂളിൽ വിടുന്ന ഒരു സമയം 8:30 കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അവൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഇരുന്നാലേ കഴിക്കുകയുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തിരുന്ന് ആഹാരം കഴിക്കും. അതിനുശേഷം പിന്നെ ചെറിയ അവൻ കൊണ്ട് ചിലപ്പോൾ അവനെ പ്ലേ സ്കൂളിലാക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ എനിക്ക് കൊറിയർ അയക്കാനുള്ള കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ കാണും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. വന്നിട്ട് ആ സമയത്ത്, അതായത് ഒരു 1-2 മണിക്കൂർ 3 മണിക്കൂർ ഇൻ്റർവെല്ലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം. ഒന്നെങ്കിൽ അത് സ്മൂത്തി ആയിട്ട് കഴിക്കാം. സ്മൂത്തി ഭയങ്കര നല്ലതാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പഴം ചേർക്കുന്നതിന്, റോബസ്റ്റ പഴത്തിനൊക്കെ പകരം ഏത്തയ്ക്കയാണല്ലോ, ഏത്തയ്ക്ക ആഡ് ചെയ്യണം. ഏത്തയ്ക്ക, ഡേറ്റ്സ്, നട്ട്സ്, ഓട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഏത്തയ്ക്ക മസ്റ്റായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും. 100% ഉറപ്പാണ് കേട്ടോ. ഞാൻ വാക്ക് തരികയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് വേണ്ട ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 58 കിലോയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒരു ടാർഗറ്റ് പോലെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 58 കിലോ എന്നുള്ളത്. എനിക്കത് ഗെയിൻ ചെയ്യാനും പറ്റി, അതിലും കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിലല്ല, അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് ഭയങ്കര പാട്, അല്ലേ. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളത് ഭയങ്കര വിഷയമായിരുന്നു. എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആദ്യം തന്നെ പോയി എൻ്റെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു. എൻ്റെ നടുവിന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു, ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ട് എനിക്ക് ഡോക്ടർ മരുന്ന് തന്നു, അസിഡിറ്റിക്കുള്ള മരുന്ന് തന്നു. അപ്പം നടുവേനയൊക്കെ ഏകദേശം ഒന്ന് ശരി. ഞാൻ ബെൽറ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നടുവിന്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അസിഡിറ്റിക്കുള്ള മരുന്നും കഴിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതായത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരെ വരുന്നുണ്ട്, കണ്ണിൽ നോക്കുമ്പോൾ വിളർച്ചയുണ്ട്, അപ്പം നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അയണിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ അയൺ ഗുളിക കഴിച്ചു. അങ്ങനെ എനിക്ക് എവിടെയൊക്കെയാണോ റെഡിയാക്കാനുള്ളത് അതൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു നമുക്ക് നമ്മുടെ ഗ്ലോയൊക്കെ ഇന്നർ ഗ്ലോ ആണ് വേണ്ടത്, അല്ലേ. നമ്മൾ പുറമേ ക്രീമും അതും ഇതൊക്കെ ഇടും, ശരിയാണ്. പക്ഷെ നമ്മൾ ഉള്ളിൽ ഹെൽത്തി ആണെന്നുള്ളത് നോക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധ എനിക്ക് കുറവായിരുന്നു. എൻ്റെ തിരക്കുകളല്ല, എൻ്റെ ടെൻഷൻ, എൻ്റെ പ്രോബ്ലംസ് കൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കാനായിട്ട് വിട്ട് കളഞ്ഞു. പക്ഷെ അത് പലപ്പോഴും നമുക്ക്
പിന്നീട് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോകുന്നത്. കാരണം എനിക്ക് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഫുള്ള് ഒരു ടൈം ടേബിൾ പോലെ ഞാൻ റെഡി ആയിക്കൊണ്ട് വന്നു. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വേണം. ഞാൻ എഴുതി വെച്ചു, എനിക്ക് 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം, അല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ എനിക്ക് ഉറക്കം വരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ പതുക്കെ എനിക്ക് എങ്ങനെ ഒരു 7 മണിക്കൂറെന്നുള്ള ഒരു ഉറക്കം എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ തുടങ്ങി. പലരും കളിയാക്കുമായിരുന്നു, ഇത്ര നേരത്തെ എന്തിനാ? ഇത്രയും നേരത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ 9:30 ആകുമ്പോൾ ഞാൻ കയറി കിടക്കും, മക്കളെ ഉറക്കും. ഞങ്ങൾ നേരത്തെ കയറി കിടക്കുന്നത്. പക്ഷേ നമുക്ക് അത് കറക്റ്റ് റൂട്ടീനാണ് നമ്മുടെ ലൈഫ്. ആ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങുന്നതാണ്. അല്ലാതെ 10 മണി എന്നല്ല, 12 മണി വരെ ഇരിക്കുന്നതൊന്നും അല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ സമയമാക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറക്കം കിട്ടാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കുന്നത് ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് ഈ ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനൊരു 58+ 58-ലും കൂടുതൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ അത് നമ്മുടെ എനർജി ലെവലിൽ തന്നെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആകും. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം. എൻ്റെ വീട്ടിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. അതായത് മോൻ സ്കൂളിൽ പോകും, ചെറിയ മോനാണ്, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞങ്ങൾ 3 പേരാണുള്ളത്, ഞാനും മക്കളും. അപ്പം എനിക്ക് എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ ഒക്കെ ഞാൻ കുറഞ്ഞു, വീഡിയോ ഇടുന്ന ആ ഒരു എത്രയോ ദിവസങ്ങൾ കൂടുമ്പം ഒരു വീഡിയോ ഇട്ടോ ആയി എന്നുള്ള രീതിയായി. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടണം. അങ്ങനെ എൻ്റെ ലൈഫിലെ ഫുൾ കാര്യങ്ങൾ ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. മെയിനായിട്ട് നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അല്ലേ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലാതെ ഒരാൾക്കും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞാൻ തന്നെ റെഡിയാക്കി പതുക്കെ കൊണ്ടുവന്നു. അങ്ങനെ ശരിയായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പാട്. അപ്പം ഞാൻ കൊറിയർ കൊടുക്കാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വരുമ്പം ചിലപ്പോൾ ഒരു 3 മണിയാകും. ഉച്ചയ്ക്ക് ഫുഡ് അവിടെ സ്കിപ്പാകുവാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ, എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ മടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉച്ച സമയത്ത് പുറത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ പോകുമ്പം എൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബോക്സിനകത്താക്കി എന്തെങ്കിലും കൊണ്ടുപോകും. കാരണം ആ ഒരു സമയം തെറ്റരുത്. അത് തെറ്റിയാൽ അസിഡിറ്റി അവിടെ ഫോം ചെയ്യും. എനിക്ക് ഓൾറെഡി അസിഡിറ്റി ഉള്ള ആളാണ്. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതും. ഇപ്പോൾ അത് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തുനിന്നാണെങ്കിലും ഒന്ന് കഴിക്കും. അപ്പോൾ ഇത് എന്നോട് ഹസ്ബൻഡിന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ വിട്ട് കളയും. അങ്ങനെ എനിക്ക് മടിയായിരുന്നു ഒന്നാമത് പുറത്ത് പോയി കഴിക്കണം അങ്ങനെയൊക്കെ. അപ്പം ഞാനതൊക്കെ മാറ്റി. എനിക്ക് എൻ്റെ ഹെൽത്ത് റെഡിയാക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്ത് നമ്മളൊരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുമല്ലേ. ആ എഫേർട്ട് ഇട്ടു, എനിക്ക് ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഒന്നാമത് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടി എന്നുള്ളതാണ്. ഉറക്കം മനുഷ്യനില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അലൈൻമെൻറ്റും തെറ്റും, അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഉറക്കമേ ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ ഇരുന്ന് എഴുതാനുള്ളതും ഒക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ എല്ലാം മാറ്റി ഉറക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്ന് പ്രോപ്പറായിട്ട് ഇറങ്ങാൻ തുടങ്ങിയോ അന്ന് തൊട്ട് പ്രത്യേക ഒരു സമാധാനമാണ്, പ്രത്യേക ഒരു എനർജി ലെവൽ വന്ന പോലെ എനിക്ക് വന്ന പോലെ എന്നല്ല വന്നു. അങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്തീസ് സൂപ്പറാണ്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഫുഡിൽ മാത്രമല്ല ഉറക്കത്തിൽ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളെ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം വേണം, നല്ല ഉറക്കം വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങളുടെ കുറവുകൾ എവിടെയാണ്, ലോ പോൾസ് എവിടെയൊക്കെയാണോ അതൊക്കെ നോക്കി ഒന്ന് എഴുതി വെച്ച് ഒന്ന് റെഡിയാക്കി ഒന്ന് ട്രൈ ചെയ്താൽ ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക. ഏതൊക്കെയാ ഫുഡ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കാര്യം. സ്മൂത്തി ആയിട്ട് കഴിക്കുന്നതും സൂപ്പറാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വയറും നല്ല രീതിയിൽ ഓക്കെ ആയിട്ടിരിക്കും. ചിലവർക്ക് വെറും വീട്ടിലൊക്കെ സ്മൂത്തി കഴിക്കുന്നവരുണ്ട്, എനിക്കത് പറ്റത്തില്ല. ഞാനതുകൊണ്ട് ഒരു 11 മണി ആ സമയത്ത്, അല്ലെങ്കിൽ രാത്രി അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു 4 മണി ആ ഒരു സമയമുണ്ടല്ലോ ചായയുടെ സമയത്ത്, ചായ സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഇത്, അങ്ങനെയുള്ള രീതിയിലാണ് കൊണ്ടുപോയിരുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.